നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹി മനീസർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അരാവലി മൗണ്ടൻസിൻ്റെ ഒരു താഴ്വരയിലായിട്ടൊക്കെ വരും. ചുറ്റോട് ചുറ്റും പാറകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ വെച്ചിട്ടായിരുന്നു മോറിസ് ഗാരേജസിൻ്റെ MG മജസ്റ്റർ ലോഞ്ച് ചെയ്തത്. ഈ ലോഞ്ച് ഇവന്റ് വളരെ യുണീക്കായിരുന്നു. ഇവിടേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും എയർപോർട്ടിൽ നിന്ന് 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ എത്തി. പക്ഷേ ഇതിൻ്റെ ലോഞ്ച് ഇവന്റ് ഇന്ന് വരെ കണ്ടതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു. നമ്മളിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക, ഇവിടുന്ന് വാഹനം വരും എന്ന്. പക്ഷേ വാഹനം എവിടെ നിന്നും വന്നില്ല. സ്ക്രീൻ അപ്പാടെ അങ്ങോട്ട് മാറിയിട്ട് MG മജസ്റ്റർ എങ്ങനെ അതിൻ്റെ കേപ്പബിലിറ്റി എല്ലാം വ്യക്തമാക്കുന്ന രീതിയിൽ 4-5 മജസ്റ്റർ ഇങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ വന്നു പോവുകയായിരുന്നു. ശരിക്കും വൗ എന്ന് തന്നെ പറയാം. അപ്പം MG മജസ്റ്റർ എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ D+ സെഗ്മെന്റ് വാഹനവുമായിട്ട്. എന്താണ് D+ സെഗ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. വാഹനങ്ങളെ A സെഗ്മെന്റ്, B സെഗ്മെന്റ്, C സെഗ്മെന്റ്, D സെഗ്മെന്റ് എന്നൊക്കെ ഇങ്ങനെ തരം തിരിക്കും. അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, അതിൻ്റെ നീളത്തിനനുസരിച്ചിട്ടൊക്കെയാണ് വാഹന ലോകത്ത് ഇങ്ങനെ സെഗ്മെന്റ് തിരിച്ച് പറയുന്നത്. വാഹന ലോകത്തിനെ കുറിച്ചിട്ട് വളരെ ഫെമിലിയർ ആവുന്നവർക്ക് ഇത് വ്യക്തമായിട്ടും മനസ്സിലാകും. എന്നാണ് D+ സെഗ്മെന്റ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. D+ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 4.6 മീറ്റർ മുതൽ 5 മീറ്റർ വരെ ഉള്ള വാഹനങ്ങൾ. അതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. അത് ശരിക്കും സെഡാൻ ആണെങ്കിലും SUV ആണെങ്കിലും ഇതിനെയെല്ലാം നമ്മൾ D സെഗ്മെന്റിലേക്ക് മാറ്റുന്നു. ഇത് ശരിക്കും MG ഗ്ലോസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് MG മജസ്റ്റർ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 40 മുതൽ 50 ലക്ഷം രൂപ വരെയൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വില പ്രഖ്യാപിക്കുന്നത് മാർച്ചിലാണ്. മാർച്ചിൽ വില പ്രഖ്യാപിക്കും. ഏപ്രിലോട് കൂടിയിട്ട് ഈ വാഹനത്തിൻ്റെ ഡെലിവറി തുടങ്ങും എന്നൊക്കെ തന്നെ വാഹന നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ടൊയോട്ട ഫോർച്യൂണർ ആണ്. ടൊയോട്ട ക്യാംറി, ടൊയോട്ട ഫോർച്യൂണർ, അതുപോലെ തന്നെ സ്കോഡ കോഡിയാക് എന്നീ ഇങ്ങനെയുള്ള വാഹനങ്ങളുമായിട്ടാണ് മജസ്റ്റർ മത്സരിക്കുന്നത്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ, ഏറ്റവും പൊക്കം കൂടിയ, ഏറ്റവും വീതി കൂടിയ വാഹനം എന്നൊക്കെയാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് ഗ്ലോസ്റ്ററിനേക്കാൾ കുറച്ചുകൂടി ഷാർപ്പ് ഫീച്ചേഴ്സ്, കുറച്ചുകൂടി വലിയ റോഡ് പ്രസൻസ്, ബോൾഡ് ലുക്കിലാണ് MG മജസ്റ്റർ എത്തിയിരിക്കുന്നത്. ശരിക്കും ഒരു വലിയ വാഹനം. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ നീളം 5406 mm ആണ്. ഇതിൻ്റെ വീതി 2016 mm ആണ്. അതിൻ്റെ പൊക്കം 1870 mm ആണ്. സെഗ്മെന്റിൽ ആദ്യമായി ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്കുമായി വരുന്ന വാഹനം കൂടിയാണ് MG മജസ്റ്റർ. സെൻറ്ററിലും റിയറിലും ഫ്രണ്ടിലുമായിട്ടും ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്കുകൾ എത്തിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനകത്തേക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 4 വീൽ ഡ്രൈവ് എത്തിയിരിക്കുന്നു. 4 വീൽ ഡ്രൈവിലും 2 വീൽ ഡ്രൈവിലും MG മജസ്റ്റർ ലഭ്യമാണ്. MG മജസ്റ്റർ എത്തുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 ലിറ്റർ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനിലാണ്. ഇതിൻ്റെ ഒരു പവർ 215.5 PS ആണ്. അതിൻ്റെ ടോർക്ക് 478.5 ന്യൂട്ടൺ മീറ്റർ ആണ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വാഹനം എത്തുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ എത്തുന്ന വാഹനത്തിന് 2 വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും സാധ്യമാണ്. 3 വേരിയൻറ്റുകളിലായിട്ടാണ് വാഹനം എത്തുന്നത്. ഇതിലെ ആദ്യത്തെ 2 വേരിയൻറ്റുകളും 2 വീൽ ഡ്രൈവ് ആണ്. ഏറ്റവും ഉയർന്ന വേരിയൻറ്റിൽ മാത്രമാണ് 4 വീൽ ഡ്രൈവ് സാധ്യമാകുന്നത്. 219 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരുപാട് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒക്കെ കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലോഞ്ച് ഇവന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇനി അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഓഫ് റോഡ് ട്രാക്കും നമുക്ക് അപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വാഹനം വലിയൊരു കുണ്ടിലും കുഴിയിലും കിടക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇരിക്കുന്നു. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 219 mm ആണ്. തൊട്ടടുത്ത് തന്നെ വെള്ളത്തിലായിട്ടും ഒരു വാഹനം അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 810, അതായത് 810 mm ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയധികം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത്രയുമുള്ളൊരു മറ്റൊരു വാഹനവും ഇല്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. ശരിക്കും MG ഗ്ലോസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് MG മജസ്റ്റർ വരുന്നത്. കൂടുതൽ മിടുക്കനായിട്ട്, കൂടുതൽ കേപ്പബിൾ ആയിട്ടൊക്കെയാണ്. എന്നാൽ എഞ്ചിൻ വൈസ് യാതൊരു മാറ്റങ്ങളും ഇല്ല എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു.
MG മജസ്റ്റർ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിക്കാണ്. 10 ഓഫ് റോഡ് മോഡുകളാണ് ഈ വാഹനത്തിലേക്കുള്ളത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 4x4 കേപ്പബിലിറ്റിയാണ് ഈ വാഹനത്തിലുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 2 ലിറ്റർ ടർബോ ട്വിൻ ഡീസൽ എഞ്ചിനാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇതിൻ്റെ പവറും ടോർക്കും ഒക്കെ തന്നെ നമുക്ക് വളരെ വലിയ കണക്കുകളാണ് പറയുന്നത്. എന്തായാലും മികച്ച ഒരു റോഡ് പ്രസൻസിൽ എത്തുന്ന ഈ വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഓൺ റോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും ബ്രില്യൻ്റ് ആയിട്ട് മജസ്റ്റർ ഹാൻഡിൽ ചെയ്യും എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ശരിക്കും ഇന്ന് ഈ വാഹനം നമുക്ക് ഓടിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ ഇത് ഓടിക്കുന്ന ട്രെയിനറുടെ ഒപ്പം വാഹനത്തിനുള്ളിൽ സഞ്ചരിക്കാനുള്ള അവസരം അവർ ഓഫ് റോഡ് ട്രാക്കിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോഡിൽ 2 വീൽ ഡ്രൈവ് വളരെ വിദഗ്ധമായി തന്നെ ഈ വാഹനം ഹാൻഡിൽ ചെയ്യും. ട്രാക്ഷൻ എപ്പോൾ ലോസ് ആകുന്നു എന്ന് വാഹനം ഡിക്റ്റേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് 4 വീൽ ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഫ്യൂൽ എഫിഷ്യൻസിയും ഈ വാഹനം നൽകുന്നു. എല്ലാ പ്രതലത്തിലൂടെയും വളരെ വിദഗ്ധമായിട്ട്, അതായത് 10 ഓഫ് റോഡ് മോഡുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മികച്ച ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അവർ പറയുന്നത്. വാട്ടർ വീഡിങ് കപ്പാസിറ്റി ആണെങ്കിലും വലിയ കണക്കുകളാണ് പറയുന്നത്. എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഈ വാഹനം നമുക്ക് 6 സീറ്റർ കോൺഫിഗറേഷനിലും 7 സീറ്റർ കോൺഫിഗറേഷനിലും ലഭിക്കും. എന്തായാലും ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴും ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണുമ്പോഴും ഒക്കെ തന്നെ വലിയ മികച്ച റോഡ് പ്രസൻസ് ഉള്ള ഒരു ബോൾഡ് മജസ്റ്റർ, ഒരു മജസ്റ്റിക് ലുക്ക് എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാം. നമുക്ക് വാക്ക് അറൗണ്ടിന് വേണ്ടിയിട്ട് എല്ലാ വേരിയൻറ്റുകളും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. ശരിക്കും 4 നിറങ്ങളിലാണ് MG മജസ്റ്റർ കിട്ടുന്നത്. 4 നിറങ്ങളിലും ഇവിടെ ഡിസ്പ്ലേയിൽ വാഹനം നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിൽ മാത്രമാണ് 4x4 പതിപ്പുള്ളത്. MG ഗ്ലോസ്റ്ററിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നൽകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 2 വയർലെസ് ചാർജിങ് സൗകര്യം ഇതിനകത്തേക്ക് വരുന്നുണ്ട്. സ്ക്രീനുകളൊന്നും വലിയ വലിപ്പങ്ങളിലുള്ളതൊന്നുമല്ല. എന്തായാലും സെൻട്രൽ കൺസോൾ വളരെ രാജകീയമായിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ്. റോട്ടറി നോബുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസസ് ഇവിടെയായിട്ടെല്ലാം കാണാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ്, 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടെയായിട്ട് വരുന്നു. ഇത് ഒരു ബ്ലാക്ക് നിറത്തിലുള്ള കാർ ആയതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ്, അതായത് ലോവർ പോർഷൻ മൊത്തത്തിൽ ബ്ലാക്കും ഇതിൻ്റെ റൂഫ് ബേജ് കളറിലുമാണ് വരുന്നത്. വാനിറ്റി മിറർ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്. റൂഫ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തേക്കെല്ലാം തന്നെ 3 സോൺ ക്ലൈമറ്റിക് കൺട്രോൾ വരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. ഡോർ പാനൽസിലെല്ലാം തന്നെ നല്ല യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ഈ സ്റ്റിച്ചസ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ JBLൻ്റെ 12 സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിലേക്ക് എത്തുന്നത്. ഈ ഡ്രൈവർ സീറ്റുകൾ നമുക്ക് 12 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റുകളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയുന്നു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻനിര വിശേഷങ്ങൾ. MG മജസ്റ്ററിൻ്റെ 2ാം നിരയിലാണ് ഞാനിരിക്കുന്നത്. ഇവിടെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. AC വെന്റുകളെല്ലാം തന്നെ ഇവിടെയായിട്ട് കാണാം. റൂഫിലായിട്ടും AC വെന്റുകളുണ്ട്. റൂഫ് ലാമ്പ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. 2ാം നിരയിലെ ഡോറിലും ശരിക്കും ഡോർ പാനൽസിൻ്റെ ഡിസൈൻ തന്നെ മികച്ചതാണ്. ഞാൻ നേരത്തെ JBLൻ്റെ പ്രീമിയം സൗണ്ട് ക്വാളിറ്റി 12 സ്പീക്കേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇവിടെയും ആ ഒരു സ്പീക്കർ കാണാം. ശരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു MG മജസ്റ്റർ എത്തുന്നത് 6 സീറ്ററിലും 7 സീറ്ററിലുമാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വാഹനം 7 സീറ്റർ വാഹനമാണ്. ഇത് ടംബിൾ ചെയ്ത ശേഷം 3ാം നിരയിലേക്ക് കടന്നിരിക്കാം. 3ാം നിരയിൽ ശരിക്കും നല്ല സ്പേസ് ആണ് ഉള്ളത്. MG മജസ്റ്ററിൻ്റെ ബൂട്ട് സ്പേസ് 343 ലിറ്റർ ആണ്. ഇത് ഒരു 7 സീറ്റർ വാഹനമാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു വാക്ക് റൗണ്ടിന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ 3rd റോ ടംബിൾ ചെയ്യുമ്പോൾ ഇത് 1350 ലിറ്റർ വരെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. MG മജസ്റ്ററിൻ്റെ മുൻഭാഗത്ത് ഏറ്റവും പ്രൗഢിയോടുകൂടി നിൽക്കുന്നത് ഈ ഒരു ഗ്രില്ലാണ്. അതിൻ്റെ ഒത്ത മധ്യത്തിലായിട്ട് MG എന്നുള്ള ലോഗോ കാണാം. മോറിസ് ഗാരേജസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വളരെ മസ്കുലാർ ലുക്കിലായിട്ട് തന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് നിൽക്കുന്നു. ഈ ഒരു ഗ്രില്ലിൻ്റെ ഭംഗി തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തെ ഏറ്റവും ആകർഷണീയത എന്ന് പറയുന്നു. വെർട്ടിക്കലി പ്ലേസ്ഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഹെഡ് ലാമ്പുകൾ ഈ ഒരു ഭാഗവും തീർച്ചയായിട്ടും നല്ല ഭംഗിയിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു DRLസും അത്രയും തന്നെ മനോഹരമായിട്ടിരിക്കുന്നു.
ഇതിനകത്തേക്ക് 360 ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ ക്യാമറയിലാണ് അത് എത്തുന്നത്. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എത്തുന്നതുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുമായി എത്തുന്ന ആദ്യത്തെ വാഹനമാണിത്. അതേപോലെ തന്നെ ഈ മുൻഭാഗത്തൊക്കെ തന്നെ ഗ്ലോസ്റ്ററിനെ റീപ്ലേസ് ചെയ്ത് വളരെ പ്രൗഢമായി എത്തിയിരിക്കുന്ന MG മജസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച ഷാർപ്പായിട്ടുള്ള ക്യാരക്ടർ ലൈൻസ് കൊണ്ട് തന്നെ ഒരു മസ്കുലാർ ബോൾഡ് ലുക്കിലാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു വെർട്ടിക്കലി സ്റ്റാക്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഹെഡ് ലാമ്പുകളാണെങ്കിലും DRLകളാണെങ്കിലും ഈ ഗ്രില്ലാണെങ്കിലും സ്കിഡ് പ്ലേറ്റ് കൊണ്ടാണെങ്കിലും ഒക്കെ തന്നെ മികച്ച ഒരു മുൻഭാഗ കാഴ്ച നമുക്ക് നൽകുന്നു. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. സൈഡ് പ്രൊഫൈൽ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഈ 19 ഇഞ്ച് അലോയ് വീലാണ്. 219 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡിസ്റ്റൻസ് നോക്കുക, ഇതിൻ്റെ വീലാർച്ചും വളരെ ബോൾഡാണ്. അപ്പം ഇവിടെയൊക്കെ ആയിട്ട് തന്നെ ക്രോമിൻ്റെ എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കൂടുതൽ മനോഹരമായിട്ട് ക്രോമിൻ്റെ എലിമെൻറ്റിൻ്റെ ഒരു ലൈൻ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച അലോയ് വീൽ, ഡ്യുവൽ കട്ട് അലോയ് വീൽ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വാഹനത്തിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മികച്ചതാണെന്ന് തന്നെ പറയുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഷോൾഡർ ലൈൻ തന്നെയാണ്. മുന്നിലായി ഇവിടെ നിന്ന് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു ലൈൻ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ORVM ആണെങ്കിലും ഒക്കെ തന്നെ ഇവിടേക്കായിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഒരു എഡ്ജിലായിട്ട് തന്നെ ഇവിടെയും ഒരു എലിമെൻറ്റ് കൊടുത്ത് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആക്സസറീസ് ആണെന്ന് തീർച്ചയായിട്ടും തോന്നുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ കണക്റ്റഡ് DRL പിൻകാഴ്ചയും അതേപോലെ തന്നെ മനോഹരമാണ്. ഈ ഒരു പിന്നിലെ സ്കിഡ് പ്ലേറ്റ്, പിന്നെ ആകർഷണീയതയായി തോന്നുന്നത് ഡ്യുവൽ എക്സ്ഹോസ്റ്റ് പൈപ്പ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതും വളരെ ഇതായിട്ട് വേണം. ഇവിടെ എല്ലാം തന്നെ സെൻസേഴ്സും ക്യാമറയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഗ്ലോസ്റ്ററിൽ നിന്ന് വളരെ മനോഹരമായിട്ട് ഇവോൾവ് ചെയ്ത ഒരു വാഹനം എന്ന് തന്നെ MG മജസ്റ്ററിനെ നമുക്ക് പറയാം. കൂടുതൽ ബോൾഡായിട്ട്, കൂടുതൽ ഷാർപ്പായി, ഡീറ്റെയിലിംഗ് ആയിട്ട്, കൂടുതൽ സൗകര്യങ്ങളായിട്ട്, കൂടുതൽ ടെക്നോളജി ഫീച്ചേഴ്സ് ആയിട്ടും ഒക്കെ തന്നെയാണ് MG മജസ്റ്റർ എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഓഫ് റോഡിങ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ചുറ്റും ഇങ്ങനെ MG മജസ്റ്ററിനെ പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഒരുവിധം എല്ലാ നിറങ്ങളും ഇതിൻ്റെ ചുറ്റും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ വാഹനത്തിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 810 mm ആണ് ഇതിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. സിറ്റി റോഡുകളിൽ മാത്രമല്ല, വലിയ ഫ്ലഡഡ് ഏരിയകളിലും ഒക്കെ തന്നെ, ഇനിയൊരു നദി ആയിക്കോട്ടെ, ഒക്കെ തന്നെ വാഹനം ഇങ്ങനെ കൂളായിട്ട് കയറിപ്പോകും. 810 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ കണക്കുകളാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 210 mm ആണ്. ഏത് പ്രതലമാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും MG മജസ്റ്റർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കടന്നു പോകും എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, 10 ഓഫ് റോഡ് മോഡുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് 4 വീൽ ഡ്രൈവുമായിട്ടാണ് MG മജസ്റ്റർ എത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിലേക്ക് ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്. സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു സൗകര്യത്തോടു കൂടിയിട്ട് ഒരു വാഹനം എത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സെഗ്മെൻറ്റിൽ ആദ്യമായി ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്കുമായി എത്തുന്ന വാഹനം കൂടിയാണ് MG മജസ്റ്റർ. ഇതിനകത്തേക്ക് സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്കുണ്ട്, റിയർ ഡിഫറൻഷ്യൽ ലോക്കുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കുണ്ട്. അപ്പോൾ ഈ ടെറൈനുകൾ മാറുമ്പോൾ ഒരിക്കലും ഒരു സ്ലിപ്പ്, അതായത് വാഹനം തെന്നി മാറാതിരിക്കാൻ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കൺട്രോൾ നഷ്ടമാകാതിരിക്കാൻ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തെ 4 ലെവൽ മോഡ്, സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്കിൽ 4 ലെവൽ മോഡ് എല്ലായ്പ്പോഴും എൻഗേജ് ആയിരിക്കും. അപ്പോൾ അത് ലോ സ്പീഡ് ടോർക്കിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ടെറൈൻ മാറിയാലും വാഹനം സ്ലിപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഈവൻ വെള്ളമായിക്കോട്ടെ, ചെളിയായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, റോക്കായിക്കോട്ടെ, ലൂസ് സാൻഡ് ആയിക്കോട്ടെ, ഏത് പ്രതലത്തിലൂടെയും വളരെ ബ്രില്യൻ്റായി വാഹനത്തിനെ കൊണ്ടുപോകാൻ പാകത്തിലാണ് MG മജസ്റ്ററിലേക്ക് അവർ ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലും റിയറിലും സെൻറ്ററിലും ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ വാഹനം ബ്രില്യൻ്റായി പല ടെറൈനിലൂടെ കടന്നു പോകാൻ സാധിക്കും.
നാഷണൽ മീഡിയ ലോഞ്ചുകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ മീഡിയ ഡ്രൈവുകളിൽ എത്തുമ്പോൾ തന്നെ ഒക്കെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ പതിവാണ്. ഈ വാഹനവും ബോഡി ഓൺ ഫ്രെയിം ലെവലിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു വീൽ ബേസ് ഒക്കെ എത്രയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ കാണുമ്പോൾ വാഹനത്തിൻ്റെ വലിപ്പം ഒന്നും കൂടി വ്യക്തമാണ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ വീൽ ബേസ് 2950 mm ആണ്. ബോഡി ഓൺ ഫ്രെയിം ചേസസ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു ഡിസ്പ്ലേ മോഡലാണ് ഈ കാണുന്നത്. ഇനി ഇതിനകത്തേക്ക് അഡ്വാൻസ് ലെവൽ 2 അഡാസ് സൗകര്യങ്ങൾ എത്തി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്തേക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്, ഇൻ്റലിജൻറ്റ് ഹെഡ് ലാമ്പ് കൺട്രോൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വന്നിരിക്കുന്നു, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് വന്നിരിക്കുന്നു, ഹിൽ ഡിസെൻറ്റ് കൺട്രോളും ഹിൽ അസെൻറ്റ് കൺട്രോളും ഒക്കെ തന്നെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇതിനകത്തേക്ക് റോൾ മൂവ്മെൻറ്റ് ഇൻ്റർവെൻഷൻ വന്നിരിക്കുന്നു. 360 ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് MG മജസ്റ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 4 നിറങ്ങളിലാണ് MG മജസ്റ്റർ എത്തുന്നത്. പേൾ വൈറ്റ് എന്ന നിറമാണ് ഈ കാണുന്നത്. ഇത് കോൺക്രീറ്റ് ഗ്രേ എന്ന നിറമാണ്. അതേപോലെ തന്നെ മെറ്റൽ ആഷ് എന്ന് പറഞ്ഞൊരു നിറം അവിടെയായിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക്. 4 നിറങ്ങൾ ഇവിടെ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ഗ്രേ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിറമാണ്. അതേപോലെ തന്നെ ആഷ് എന്ന് പറയുന്ന നിറം ഒന്നും കൂടി വൈറ്റിനേക്കാളും ഇത് ചെയ്തിരിക്കുന്നു. എന്തായാലും 4 നിറങ്ങളും വളരെ മികച്ച നിറങ്ങളാണ്. 4 നിറങ്ങളിലും കിടിലൻ ലുക്കാണ്. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ബ്ലാക്കിലുള്ള മജസ്റ്റർ തന്നെയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഉള്ള മജസ്റ്ററിൻ്റെ ഫ്രണ്ട് റോ യാത്രക്കാരിയായി ഇരുന്ന് ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി അനുഭവിക്കാൻ പറ്റി. ശരിക്കും എല്ലാം തികഞ്ഞ ഒരു 4x4 D+ സെഗ്മെൻറ്റ് SUV എന്ന് പറയാം. ലക്ഷറീസ് ആയ, സ്പേഷ്യസ് ആയ, കേപ്പബിളായ, ബോൾഡ് ലുക്കിലുള്ള ഒരു SUV ആണ് MG മജസ്റ്റർ. ക്രോൾ കൺട്രോൾ മോഡ് ഇതിലുള്ളത് കൊണ്ട് തന്നെ ഏത് എക്സ്ട്രീം ടെറൈനിലൂടെയും ഈ വാഹനം ഈസിയായിട്ട് അങ്ങനെ കയറിപ്പോകും. പല പല പ്രതലങ്ങൾ ഇവിടുത്തെ ഓഫ് റോഡ് ട്രാക്കിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും വാഹനം 32 ഡിഗ്രി ഇൻക്ലൈനിലേക്കും ഡിക്ലൈനിലേക്കും ഒക്കെ തന്നെ പോയി നമ്മളെ അവർ കാണിച്ചു തന്നു. ശരിക്കും പലപ്പോഴും വാഹനം 1-2 വീലുകളിൽ മാത്രമായിട്ട് ഇങ്ങനെ വളരെ ബ്രില്യൻ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഉയർന്ന ഒരു പൊക്കത്തിലേക്ക് 34 ഡിഗ്രി പൊക്കത്തിലേക്ക് തന്നെ വാഹനം കയറി പോവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. വാട്ടർ ബീഡിങ് കപ്പാസിറ്റിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. വെള്ളത്തിലൂടെയാണെങ്കിലും മഞ്ഞിലൂടെയാണെങ്കിലും സ്ലിപ്പറി റോഡുകളിലൂടെയാണെങ്കിലും റോക്കിലൂടെയാണെങ്കിലും ഒക്കെ തന്നെ MG മജസ്റ്ററിന് ഇതൊന്നുമേ ഒരു പ്രശ്നമേ അല്ല. അതിനകത്തേക്ക് ക്രോൾ കൺട്രോൾ മോഡുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഈസി ആയിട്ട് എല്ലാ പ്രതലങ്ങളും കയറിപ്പോകും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഓഫ് റോഡ് ട്രാക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു JSW MG മോട്ടോർ ഇന്ത്യ ഒരുക്കിയിരുന്നത്. MG മജസ്റ്ററിലേക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ആൻഡ് കോളം ഗിയർ ഷിഫ്റ്റർ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് പവറും ടോർക്കുമാണ് ഈ വാഹനത്തിന് ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2 ലിറ്റർ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിൻ ബെസ്റ്റ് ഇൻ ക്ലാസ് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയിട്ടാണ് എത്തുന്നത്. ഇത് 2 വീൽ ഡ്രൈവിലും 4 വീൽ ഡ്രൈവിലും എത്തും. ഇതിൻ്റെ പവർ 215.5 PS ടോർക്ക് 478.5 Nm ആണ്. അതേപോലെ തന്നെ കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡിന് വേണ്ടി, അതായത് വാഹനം വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സുരക്ഷാ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. 5+5+5 എന്നൊരു വലിയ ഓഫറിംഗ് ഉണ്ട്. 5 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയും 5 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസും അതേപോലെ തന്നെ 5 ലേബർ ഫ്രീ സർവീസസും MG മജസ്റ്റർ വാങ്ങിക്കുന്നവർക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ICICI ബാങ്ക് എമറാൾഡ് ക്രെഡിറ്റ് കാർഡ് ഈ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് 0 ജോയിന്റ് ഫീൽ ലഭ്യമാണ്. അവരുടെ എയർലി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രിയോറിറ്റി ഡെലിവറി, എക്സ്ക്ലൂസീവ് പ്രിവ്യൂസ്, ഇൻവൈറ്റ് ഓൺലി സ്പെഷ്യൽ ഡ്രൈവുകൾ എന്നിവയും വാഹന നിർമ്മാതാക്കൾ അനുവദിച്ചിട്ടുണ്ട്. MG മജസ്റ്ററിൻ്റെ പ്രീ റിസർവേഷൻസ് തുടങ്ങുന്നത് ഫെബ്രുവരി 12, 2026 41,000 രൂപ കൊടുത്ത് നമുക്ക് ഈ വാഹനം ബുക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റും ഷോറൂം ഡിസ്പ്ലേയും ടെസ്റ്റ് ഡ്രൈവും എല്ലാം ഏപ്രിൽ 2026 തുടങ്ങും. അതേപോലെ തന്നെ കാർ ഡെലിവറി മെയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ വാഹനത്തെ സംബന്ധിച്ച് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.